ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ഡു യു ഹാവ് എനി പെറ്റ്സ്? വളർത്തുമൃഗങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പെറ്റ്സ്. ഡു യു ഹാവ് എനി പെറ്റ്സ്? നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒന്നുമില്ല. വി ഹാവ് നത്തിങ് ഇൻ കോമൺ. പൊതുവായി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻ കോമൺ. ഒന്നുമില്ല, നത്തിങ്. വി ഹാവ് നത്തിങ് ഇൻ കോമൺ. ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒന്നുമില്ല. ഞാൻ കൂടുതൽ ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു. ഐ എം ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ശ്രമിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രൈ. കഴിക്കുക, ഈറ്റ്. ആരോഗ്യം തരുന്ന ഭക്ഷണം, ഹെൽത്തി ഫുഡ്. ഐ എം ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ഞാൻ കൂടുതൽ ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? ഇഷ്ടപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. ഗാനം, സോങ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? കടയിൽ നിന്ന് പാൽ വാങ്ങാമോ? ക്യാൻ യു ബൈ സം മിൽക്ക് ഫ്രം ദ സ്റ്റോർ? വാങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. പാൽ, മിൽക്ക്. കട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോർ. ക്യാൻ യു ബൈ സം മിൽക്ക് ഫ്രം ദ സ്റ്റോർ? കടയിൽ നിന്ന് പാൽ വാങ്ങാമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട അവധിക്കാലം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോളിഡേ? അവധിക്കാലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹോളിഡേ. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോളിഡേ? നിങ്ങളുടെ പ്രിയപ്പെട്ട അവധിക്കാലം ഏതാണ്? ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. അന്വേഷിക്കുക, ലുക്ക് ഫോർ. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. എനിക്ക് വസ്ത്രം കഴുകണം. ഐ നീഡ് ടു ഡു ദ ലോണ്ട്രി. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കേണ്ടതുണ്ട്. ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ. ശരിയാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫിക്സ്. ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കേണ്ടതുണ്ട്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. വാങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറീസ്. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഈ കണക്ക് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് മാത്ത് പ്രോബ്ലം? സഹായിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് മാത്ത് പ്രോബ്ലം? ഈ കണക്ക് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? നിങ്ങളുടെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു? ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ? ഇതുവരെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോ ഫാർ. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ? നിങ്ങളുടെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു? ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അഭിമാനിക്കുന്നു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. അഭിമാനിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രൗഡ്. ശരിക്കും, റിയലി. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അഭിമാനിക്കുന്നു. എനിക്കിന്ന് സുഖമില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീ. സന്തോഷം, ഗ്ലാഡ്. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഐ വിൽ ബി ദെയർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എ ഫ്യൂ മിനിറ്റ്സ്. ഐ വിൽ ബി ദെയർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. എനിക്ക് എൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. കണ്ടെത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻഡ്. എവിടെയും, എനിവെയർ. ഐ കനോട്ട് ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. എനിക്ക് എൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നിങ്ങൾക്ക് ഒരു നല്ല പുസ്തകം നിർദ്ദേശിക്കാമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക്? നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെക്കമെൻഡ്. നല്ല പുസ്തകം, ഗുഡ് ബുക്ക്. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക്? നിങ്ങൾക്കൊരു നല്ല പുസ്തകം നിർദ്ദേശിക്കാമോ? എനിക്ക് ബാങ്കിൽ പോകണം. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. എനിക്ക് ബാങ്കിൽ പോകണം. നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. നമുക്ക് നടക്കാൻ പോകാം. എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ?
എല്ലാം ശരിയാണ്. എവറിത്തിങ് ഈസ് ഫൈൻ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഓൺ ദ വേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? മറ്റെന്തെങ്കിലും? എനിത്തിങ് എൽസ്? കളിയാക്കൽ നിർത്തുക. സ്റ്റോപ്പ് കിഡിങ്. ദയവായി മിണ്ടാതിരിക്കുക. പ്ലീസ് കീപ് ക്വയറ്റ്. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. പ്ലീസ് ടു മീറ്റ് യു. ബൈ, വീണ്ടും കാണാം. ബൈ, സി യു അഗെയിൻ. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സി. ബൈ, സി യു അഗെയിൻ. ബൈ, വീണ്ടും കാണാം. നിങ്ങളുടേതുപോലെ, ദയവായി. ലൈക്ക് യുവേഴ്സ്, പ്ലീസ്. അത് പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? ഹൗ ഡെയർ യു സേ ദാറ്റ്? ധൈര്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെയർ. പറയുക, സേ. ഹൗ ഡെയർ യു സേ ദാറ്റ്? അത് പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? നിങ്ങൾക്ക് അത് ആവർത്തിക്കാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ആവർത്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിപ്പീറ്റ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? നിങ്ങൾക്ക് അത് ആവർത്തിക്കാമോ? ഹുറേ, ഞാൻ ജയിച്ചു. ഹുറേ, ഐ വോൺ. ജയിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻ. ജയിച്ചു, വോൺ. ഹുറേ, ഐ വോൺ. ഹുറേ, ഞാൻ ജയിച്ചു. എന്തൊരാശയം! വാട്ട് ആൻ ഐഡിയ. ആശയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഐഡിയ. വാട്ട് ആൻ ഐഡിയ, എന്തൊരാശയം. ഈ ബഹുമതിക്ക് നന്ദി. താങ്ക്സ് ഫോർ ദിസ് ഓണർ. ബഹുമതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഓണർ. താങ്ക്സ് ഫോർ ദിസ് ഓണർ. ഈ ബഹുമതിക്ക് നന്ദി. അത് വളരെ കൂടുതലാണ്. ദാറ്റ്സ് ടു മച്ച്. പ്രശ്നമല്ല. ഡസൻറ്റ് മാറ്റർ. പതുക്കെ നടക്കുക. വോക്ക് സ്ലോലി. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. പതുക്കെ, സ്ലോലി. വോക്ക് സ്ലോലി. പതുക്കെ നടക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ചിന്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് തിങ്ക്. സംസാരിക്കുക, സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.